എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് മെഡിസിൻ സ്ട്രിപ്പ് കൊണ്ട് 3 രീതിയിലുള്ള റിങ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ സ്റ്റോൺസും ഗ്ലിറ്റർ ഫോം ഷീറ്റോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് മെത്തേഡ് കാണിക്കാം. അതിൽ ഇങ്ങനെ മെഡിസിൻ സ്ട്രിപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ റിങ്ങിൻ്റെ ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ഫിംഗറിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉഹു ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് ഫെവി ബോണ്ട് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സെല്ലോ ടേപ്പും വെച്ചിട്ടും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ബട്ടർഫ്ലൈ റിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഴയ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ബോക്സാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് KP നമ്പൂതിരീസിൻ്റെ ടൂത്ത് പേസ്റ്റ് ബോക്സാണ്. അപ്പോൾ അതിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മുന്നേ എടുത്ത് വെച്ചതാണ്. അപ്പം അതിൽ നിന്നൊരു പീസാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ബട്ടർഫ്ലൈനെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പീസിൽ ഞാൻ ചെറിയൊരു ബട്ടർഫ്ലൈനെ വരച്ചിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ ഒന്ന് ബട്ടർഫ്ലൈൻ്റെ മിഡിലായിട്ട് നമ്മളൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ലൈറ്റിങ്ങൊക്കെ ആകെ കുളമായി. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക. നിങ്ങൾക്ക് ഈ ഐഡിയ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഞാൻ ബട്ടർഫ്ലൈനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഈ ഒരു റിംഗ് ബേസിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റിങ് റെഡി ആയിട്ടുണ്ട്. അതായത് ബട്ടർഫ്ലൈ റിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിലും ഞാൻ മെഡിസിൻ സ്ട്രിപ്പ് തന്നെയാണ് എടുക്കുന്നത്. ഇതിനെ കൊണ്ട് നമ്മളൊരു ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്ലവർ റിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ മെഡിസിൻ സ്ട്രിപ്പിലെ ഈ ഒരു പീസിലെ ഒരു റൗണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ആ ഒരു റൗണ്ട് മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ ടാബ്ലറ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ അതിനെ ഒന്ന് പ്രസ് ചെയ്തിട്ടല്ലേ എടുക്കുക. അപ്പോൾ അതിൻ്റെ റൗണ്ട് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പെന്ന് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു റൗണ്ട് കട്ട് ചെയ്ത് എടുക്കുക. ഇനി ഈ ഒരു റൗണ്ടിൽ നമ്മൾ ഒരു 5 കട്ട് കൊടുക്കുക. അതായത് നമ്മൾ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 5 കട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് കേർവ് ഷേപ്പാക്കി കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ ദാ ഇതിലൊരു ഫ്ലവർ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ട്രിം ചെയ്തിട്ട് ആ ഒരു ഞാൻ പറഞ്ഞ പോലെ പെറ്റൽസ് ഒന്ന് കേർവ് ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്, മെഡിസിൻ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒരു റിങ് ഫോമിലാക്കിയിട്ട് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഈ ഫ്ലവർ നമ്മൾ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ റിങ്ങും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തമായിട്ടൊരു സിൽവർ റിങ് പോലെ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റോൺ സ്റ്റിക്കർ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ സ്റ്റോൺ വെക്കുന്നുണ്ടെങ്കിൽ വെക്കാം. ഇപ്പോൾ ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പം നെയിൽ പോളിഷാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നെയിൽ പോളിഷ് എടുത്തിട്ട് ഇതിൻ്റെ മിഡിലായിട്ട്, ഫ്ലവറിൻ്റെ മിഡിലായിട്ട് ഒരു റെഡ് ഡോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ റിങ് പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സെക്കൻഡ് റിങ്. ഇനി നമ്മുടെ തേർഡ് റിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, തേർഡ് റിങ് ഞാൻ ഹാർട്ടിൻ്റെ റിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടും നമ്മൾ ബേസായിട്ട് ഇതായി ഒരു മെഡിസിൻ സ്ട്രിപ്പ് തന്നെയാണ് എടുക്കുന്നത്. അപ്പം റിങ് സൈസ് നമ്മുടെ ഫിംഗറിൻ്റെ സൈസ് അളന്നിട്ട് നമ്മൾ ഫിംഗറിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്താ പറയുക പെട്ടെന്ന് ഒടിഞ്ഞു പോകുമോ എന്നൊക്കെ ഉള്ളത്. ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, പക്ഷേ ഇതൊരു പ്ലാസ്റ്റിക് പോലത്തെ മെറ്റീരിയൽ അല്ലേ, അപ്പം കുറച്ച് നാളൊക്കെ നിൽക്കും. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് ഇത് എഗ്ഗിൻ്റെ ട്രേന്ന് ഞാൻ കട്ട് ചെയ്ത ഒരു പ്ലാസ്റ്റിക് പീസാണ്. നിങ്ങൾക്ക് എന്ത് പ്ലാസ്റ്റിക് വേണമെങ്കിലും എടുക്കാം, പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്ന് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആ പ്ലാസ്റ്റിക് വെച്ചിട്ട് ഒരു ഹാർട്ട് ഷേപ്പാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനൊരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവില്ല, ഇത് ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ്. ഇനി നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക്കിനെ ഇതുപോലെ റിംഗ് ബേസിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹാർട്ട് റിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഹാർട്ടിന് ഒരു റെഡ് കളർ കൊടുക്കാം. അപ്പോൾ റെഡ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും നെയിൽ പോളിഷ് തന്നെയാണ് എടുക്കുന്നത്. ഇതാ എങ്ങനെയുണ്ട്? അപ്പം നമ്മുടെ 3 റിങ്ങും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് ഉണങ്ങാൻ വെക്കണം. ഞാൻ ഉണങ്ങുന്നതിന് മുന്നേ വിരലിലിട്ടപ്പം വിരലിലൊക്കെ നെയിൽ പോളിഷൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ 3 റിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പോൾ ഒന്നും നമുക്ക് വേറെ പുറത്തുനിന്ന് പൈസ കൊടുത്തൊന്നും മേടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്തത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്റ്റോണും ബീഡ്സും ഒക്കെ വെക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.